PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നത രൂക്ഷം. UDF-നോടൊപ്പം നിൽക്കാൻ അൻവർ തയ്യാറാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയില്ല. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾക്ക് അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ വിയോജിപ്പുമില്ല. ലീഗിന് പൂർണ്ണ സമ്മതമാണ്. സതീശനെയും അൻവറിനെയും അനുനയിപ്പിച്ച് മുന്നോട്ടു പോവുക എന്നത് മുന്നണിക്ക് മുന്നിൽ വെല്ലുവിളിയുമാണ്. കാടിളക്കി വന്നതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചാണ് LDF വിട്ടത്. UDF-ന്റെ വാതിൽക്കലോളം അന്നെത്തി. എങ്കിലും പ്രവേശനം സാധ്യമായില്ല. തൃണമൂൽ പാളയത്തിലെത്തിയെങ്കിലും ലക്ഷ്യം നിലമ്പൂർ തന്നെയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും UDF-നോടടുത്തു. ഇത്തവണ പക്ഷേ പ്രതിപക്ഷ നേതാവ് നിലപാട് കടുപ്പിച്ചു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വിഭിന്ന ചേരിയിൽ. മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗും അൻവറിനൊപ്പമെന്ന് പറയാതെ പറഞ്ഞു. മുന്നണി സ്ഥാനാർത്ഥിയെ പരിഹസിച്ചയാളോട് മയമില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. അൻവർ തിരുത്തിയേ തീരൂ എന്ന് VD സതീശൻ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറിനെ മാറ്റി നിർത്തേണ്ടെന്ന UDF-ന്റെ പൊതുവികാരം. അൻവറിനെ ഒറ്റപ്പെടുത്താനില്ലെന്ന് KC വേണുഗോപാൽ. അനുനയ നീക്കവുമായി രമേശ് ചെന്നിത്തലയും. അൻവറിനെ കൂടെ നിർത്തണമെന്ന മുസ്ലിം ലീഗ്. അനുനയ നീക്കം ഫലം കാണുമോ? പാളിയാൽ അൻവർ മത്സരത്തിനിറങ്ങുമോ? മുന്നണിയിൽ എത്തും മുൻപേ അൻവർ തലവേദനയാകുമോ? PV അൻവറിന് മുന്നണി പ്രവേശനം എളുപ്പമോ?